അയോധ്യ വിഷയത്തിൽ പ്രശസ്ത ഗായിക KS ചിത്രയ്ക്കെതിരായ സൈബർ ആക്രമണം തുടരുന്ന ഒരു വശത്ത് ഇതിനെതിരായി പ്രതിഷേധം ഇരമ്പുകയാണ്. ചിത്രയെ വിമർശിച്ച ഗായകൻ സൂരജ് സന്തോഷിന്റെ പരിപാടി ജനം TV റദ്ദാക്കി. ചിത്രയ്ക്കെതിരായ നീക്കത്തിന് പിന്നിൽ ആസൂത്രിതം ആണ് ഈ നീക്കമെന്നൊക്കെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തി. കേന്ദ്രമന്ത്രി V മുരളീധരൻ അടക്കമുള്ള പ്രമുഖരും ഇക്കൂട്ടത്തിൽ പെടുന്നു. എന്തായാലും ശബരിമലയിൽ ആചാര ലംഘനത്തിന് നിന്നവരാണ് സൈബർ ആക്രമണം നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ശാലിനിയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശാലിനി, അസഹിഷ്ണുത, ഒരു സമൂഹത്തിന്റെ അസഹിഷ്ണുതയാണ് ഈ പ്രശസ്ത ഗായിക KS ചിത്രയ്ക്കെതിരായ സൈബർ ആക്രമണത്തിലൂടെ വെളിപ്പെടുന്നത് എന്നതിൽ തർക്കമില്ല. എന്തായാലും കേന്ദ്രമന്ത്രി അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹവും എടുത്തു പറഞ്ഞത് ഇക്കാര്യം തന്നെ. അനു, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കേരളത്തിന്റെ പ്രമുഖ പാട്ടുകാരി അല്ലെങ്കിൽ കേരളത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ചിത്രയെ കഴിഞ്ഞ 2 ദിവസങ്ങളധികമായി സോഷ്യൽ മീഡിയയിൽ മുഴുവനായി വലിയ രീതിയിലുള്ള അതിക്രമത്തിന് ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജനുവരി 22-ാം തീയതി നടക്കുന്ന അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് അവർ പങ്കുവച്ച വീഡിയോ ആണ് ഇതിന് പ്രകോപനമായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഗീതജ്ഞൻ കൂടിയായിട്ടുള്ള സൂരജ് സന്തോഷ് ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. പലരുടെയും വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴുന്ന കാഴ്ചകൾ കണ്ടു എന്നുള്ള വിമർശനങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് പല ഗ്രൂപ്പുകളിൽ, പല പേജുകളിൽ, പല പേരുകളിലൊക്കെ തന്നെ ചിത്രയുടെ ഈ വീഡിയോ സന്ദേശം പങ്കുവെച്ചുകൊണ്ട് വളരെ അശ്ലീലമായ രീതിയിലുള്ള കമന്റുകൾ പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ടുള്ള പല കമന്റുകളും ഈ വീഡിയോയുടെ താഴെ കമന്റായി വരുന്നുണ്ട്. പല വൃത്തികെട്ട ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോകൾ ഷെയർ ചെയ്യുന്നു. അങ്ങനെ കേരളത്തിന്റെ അഭിമാനമാകുന്ന അല്ലെങ്കിൽ രാജ്യത്തിന്റെ തന്നെ അഭിമാനമാകുന്ന ഒരു ക്ഷേത്രത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാമമന്ത്രം ജപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ വീഡിയോ 30 സെക്കൻഡിനധികമുള്ള ഒരു വീഡിയോ പങ്കുവെച്ചതിനാണ് ഇത്തരത്തിൽ പൊതു ഇടങ്ങളിൽ, സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനം KS ചിത്രയ്ക്കെതിരെ ഉയരുന്നത്. വിമർശനത്തിനപ്പുറം അത് അതിക്രമമായും അധിക്ഷേപമായും മാറുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ ചിത്രയെ അനുകൂലിച്ചുകൊണ്ട് പല സംഗീതജ്ഞരും രംഗത്തെത്തിയിട്ടുണ്ട്, രാഷ്ട്രീയ പ്രമുഖർ രംഗത്തെത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് കേന്ദ്രമന്ത്രി V മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ട്. സഹിഷ്ണുതയുടെ നാടാണ് കേരളം. ആ സഹിഷ്ണുതയുടെ നാട്ടിലാണ് ഇത്തരത്തിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ചിത്രയ്ക്കെതിരെ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നത്, അതിക്രമവും അക്രമവും സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്നത് എന്നുള്ളൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല, സഹിഷ്ണുതയുടെ പര്യായമായ കേരളത്തിന് ഇത് യോജിക്കുന്നതാണോ എന്നൊരു ചോദ്യം കൂടി കേന്ദ്രമന്ത്രി ചോദിക്കുകയുണ്ടായി. അത് മാത്രമല്ല, സംസ്ഥാനത്ത് ശബരിമല വിഷയം വന്നപ്പോൾ ഏത് തരത്തിലായിരുന്നു അന്ന് ശബരിമലയെ അനുകൂലിച്ചവർക്കെതിരെ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും അതിക്രമങ്ങളും അക്രമങ്ങളും നടന്നത്, സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട KS ചിത്രയ്ക്കെതിരെ ഉണ്ടാകുന്നത് എന്നുള്ളൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. ഇതിന് കൃത്യമായ രാഷ്ട്രീയവും കൃത്യമായ ലക്ഷ്യവും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല ജിഹാദി ഗ്രൂപ്പുകളിൽ ചിത്രയുടെ ചിത്രങ്ങളും ഫോട്ടോകളും മറ്റ് വീഡിയോകളും ഒക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനം, കമന്റുകൾ, അതിക്രമം, അധിക്ഷേപം ഗായികയ്ക്കെതിരെ നടക്കുന്നുണ്ട്. ശാലിനി, ഇപ്രകാരം തന്നെയാണ് ഒരു വലിയ വിഭാഗം ശ്രീമതി KS ചിത്രയ്ക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നത് നമ്മൾ കാണേണ്ടതാണ്. അവർക്ക് പിന്തുണയേറുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ്. പക്ഷേ നികൃഷ്ടമായ ആക്രമണങ്ങൾ ഒരു ഭാഗത്ത് സൈബർ ഇടങ്ങളിൽ ഈ തുടർന്നുകൊണ്ടേയിരിക്കുന്നത് ഒരു പക്ഷേ ഈ നമ്മളോട് പ്രതികരിച്ചവർക്ക് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അത് നമുക്ക് ഈ വിവരദോഷികളായ ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ടി വരുന്നു എന്നതുകൂടി. അനു, അത് തന്നെയാണ്. ഒരുപക്ഷെ രാജീവ് ആലെങ്കിൽ പറഞ്ഞ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ വിവരദോഷികളായ ഒരുപക്ഷം ന്യൂനപക്ഷം, അത് മാത്രമാണ് ഇപ്പോൾ KS ചിത്രയ്ക്കെതിരായി ഈ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതിക്രമം, അക്രമം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അത് മാത്രമല്ല, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ജനുവരി 3-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയപ്പോൾ ആ വേദിയിൽ പങ്കെടുത്ത നടി ശോഭനയ്ക്കെതിരെ നടന്ന സൈബർ അതിക്രമങ്ങൾ. അവരുടെ നിലപാട് വ്യക്തമാക്കി, അവർ പറയാനുള്ള കാര്യങ്ങൾ, ദീർഘവീക്ഷണങ്ങൾ, പ്രധാനമന്ത്രിയുടെ വേദി പങ്കിടുന്നതും ബന്ധപ്പെട്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ വേദിയിൽ പ്രസംഗിച്ചതിന് പിന്നാലെ നടന്ന സൈബർ ആക്രമണം നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് ഗായിക KS ചിത്രയ്ക്കെതിരെ, ഗായികയാണ്. ഒപ്പം തന്നെ ഇന്നലെ വരെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ ആ ഒരു വീഡിയോ പങ്കുവെക്കുന്നത് മുമ്പ് വരെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇത്തരത്തിൽ വിമർശനവുമായി രംഗത്തെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് KS ചിത്ര പെരുന്നാൾ വരുമ്പോൾ ആശംസകൾ അറിയിക്കാറുണ്ട്, ക്രിസ്മസ് വരുമ്പോൾ ആശംസകൾ പറയാറുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത രീതിയിൽ
രീതിയിലുള്ള ഒരു വിമർശനം എന്തുകൊണ്ട് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ആ വീഡിയോയ്ക്കെതിരെ ഉണ്ടായി എന്നുള്ളതാണ് ഒരു പൊതുസമൂഹത്തിന്റെ ഇടയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച നടക്കുമ്പോൾ തന്നെ ചിത്രയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ മറുഭാഗത്ത് ചിത്രയെ ചേർത്ത് പിടിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഭൂരിപക്ഷം ആളുകളും ചിത്രയ്ക്കൊപ്പമാണ്. സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും അതിന് പുറത്താണെങ്കിലും ചിത്ര എന്ന കലാകാരിയെ അംഗീകരിച്ചുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുന്നുണ്ട്, അവരുടെ പിന്നിലുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അത് തന്നെയാണ് ഒരു പക്ഷേ ജനം ടി വി ഇപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് കൂടി അത് തന്നെയാണ്. സൂരജ് സന്തോഷ് ഗായകൻ കൂടിയായ അദ്ദേഹത്തിന്റെ പരിപാടി ഉൾപ്പെടെ ജനം ടി വി റദ്ദാക്കി എന്നുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിൽ ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം നമ്മൾ കൂടി സ്വീകരിക്കുകയാണ്. പ്രത്യേകിച്ച് അവർ ഒരു ആജ്ഞാപനം നടത്തിയതല്ല, ആരെയും നിർബന്ധിച്ചിട്ടില്ല. നിങ്ങൾ നിർബന്ധിതരായി കത്തിക്കണം അല്ലെങ്കിൽ വീടുകളിൽ വിളക്ക് കൊളുത്തണം, ക്ഷേത്രങ്ങളിൽ പോയി ശ്രീരാമ മന്ത്രം ജപിക്കണമെന്ന് ഒരു രീതിയിലും ചിത്ര വീഡിയോയിൽ ആജ്ഞാപിച്ചിട്ടില്ല. അവരുടെ ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളവർ ചെയ്യുക എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിനെ ഇത്രയധികം അസഹിഷ്ണുതയോടെ കാണുന്നുണ്ട് ഒരു പൊതുസമൂഹം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ച കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയതുപോലെ ശബരിമല വിഷയത്തിൽ എങ്ങനെയാണോ സംസ്ഥാനത്തൊരു അസഹിഷ്ണുതാ മനോഭാവവും അതിനുള്ള പ്രതികരണവും അതിക്രമവും അക്രമവും ഉണ്ടായത്, സമാനമായ രീതിയിലാണ് ഇപ്പോൾ ചിത്രയ്ക്കെതിരായിട്ടുള്ള ഗായികയ്ക്കെതിരായിട്ടുള്ള ഈ ഒരു നടപടിയെ നമ്മൾ കാണേണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ചിത്രയ്ക്കൊപ്പം അണിനേരാൻ BJP ഉൾപ്പെടെയുള്ളവരുണ്ട്, ഹൈന്ദവ സംഘടനകളുണ്ട്, രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഘാടകരുണ്ട്, ഒപ്പം തന്നെ ഒരു പറ്റം ചിത്രയെ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നുള്ളതാണ് ഈ ന്യൂനപക്ഷം മനസ്സിലാക്കേണ്ടത്. എന്തായാലും രാജീവ് ആലുങ്കൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവരദോഷികളായ ഒരു വിഭാഗം ആളുകൾ ചെറിയ തോതിൽ നടത്തുന്ന ഒരു അക്രമമായി തന്നെ ഇതിനെ കാണണം. എന്തായാലും വരും ദിവസങ്ങളിൽ അതിന് മാറ്റമുണ്ടാകും. ലക്ഷത്തിലധികം പാട്ടുകൾ നമുക്ക് നൽകി ഇപ്പോഴും നൽകിക്കൊണ്ടേയിരിക്കുന്ന പ്രിയപ്പെട്ട ഗായികയ്ക്കെതിരായ സൈബർ ആക്രമണമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. എന്തായാലും അസഹിഷ്ണുതയുടെ പര്യായമെന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്പം മുമ്പാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇതിനോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടതിന് ശേഷം ഷാനിയിലേക്ക് മടങ്ങിയെത്താം. കേരളത്തിന്റെ അനുഗ്രഹീതയായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ അനുഗ്രഹീതയായിട്ടുള്ള ഗായിക ശ്രീമതി KS ചിത്ര അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു. 500 വർഷമായിട്ട് ഇന്ത്യയിലെ സനാതന ധർമ്മവിശ്വാസികൾ കാത്തിരിക്കുന്ന മുഹൂർത്തം, ആ മുഹൂർത്തം ആഗതമായ സാഹചര്യത്തിൽ 500 വർഷത്തെ കാത്തിരിപ്പിൻ്റെ വിരാമം, ആ വിരാമം കുറിച്ചുകൊണ്ട് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നടക്കുന്നത് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള അവസരമാണ്. രാമനാമം ജപിക്കണം, വിളക്ക് കൊളുത്തണം, ഇത്രേ പറഞ്ഞുള്ളൂ. രാമനാമം ജപിക്കണം, വിളക്ക് കൊളുത്തണം എന്ന് പറഞ്ഞത് കേട്ട ഉടൻ ഇപ്പോൾ അവർക്കെതിരായിട്ട് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആക്രമണം, ഈ ആക്രമണം മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തെക്കുറിച്ച് മറ്റുള്ളവരോടൊക്കെ പ്രസംഗിക്കുന്ന സഹിഷ്ണുതയുടെ പര്യായമായിട്ടുള്ള കേരളത്തിന് യോജിക്കുന്നതാണോ? കേരളത്തിലെ പോലീസ് ഇത്രയും ബഹുമാന്യയായിട്ടുള്ള ഒരു കലാകാരിക്കെതിരായിട്ട് പരസ്യമായിട്ട് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആക്രമണം കണ്ടില്ലേ? ഒരക്ഷരം മിണ്ടാത്തത് എന്താ? 6 ദേശീയ പുരസ്കാരങ്ങൾ, 36 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ, 9 ഫിലിംഫെയർ അവാർഡുകൾ, എണ്ണിയാലൊടുങ്ങാത്ത മറ്റ് പുരസ്കാരങ്ങൾ. മിനിഞ്ഞാന്ന് വരെ ഒരു പക്ഷേ നമ്മൾ എല്ലാവരും നെഞ്ചോട് ചേർത്ത് ഏറെ പ്രിയപ്പെട്ട ബഹുമാനത്തോടെ മാത്രം സംസാരിച്ചിരുന്ന ശ്രീമതി KS ചിത്രയെക്കുറിച്ചാണ് കുറച്ചു പേർ സൈബർ ഇടങ്ങളിൽ രൂക്ഷമായി പ്രതികരിക്കുന്നത്, നികൃഷ്ടമായി ആക്രമിക്കുന്നത്. ശാലിനിയാണ് നമ്മളോടൊപ്പം തുടരുന്നത്. ശാലിനി, കേന്ദ്രമന്ത്രി പറഞ്ഞത് തന്നെയാണ് വാസ്തവം. ഒരുപക്ഷെ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യാമെന്ന് തോന്നുന്നു. ഈ ന്യൂനപക്ഷ ആക്രമണം എന്ന് നമ്മൾ പറഞ്ഞു തള്ളിയാൽ പോലും നമ്മുടെ സമൂഹം എപ്പോഴും പേര് കേട്ടിരുന്നത് സഹിഷ്ണുതയ്ക്കായിരുന്നു. ഇപ്പോൾ അസഹിഷ്ണുതയുടെ കൊടുമുടിയായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അനു, അത് തന്നെയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. അതിലൊരു അവസാന ഉദാഹരണമായി മാത്രമേ ചിത്രയെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുകയുള്ളൂ. പ്രമുഖ നടിയും ഒപ്പം തന്നെ നർത്തകിയുമായ നടി ശോഭനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സൈബർ അതിക്രമം നമ്മൾ കണ്ടതാണ്. സമാനമായി ഒരു വനിതയ്ക്കെതിരെ അല്ലെങ്കിൽ ഒരു സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അസഹിഷ്ണുതയുടെ അങ്ങേയറ്റം എന്നുള്ള രീതിയിലുള്ള വാക്കുകൾ കൂടിയാണ്. ഒരുപക്ഷെ കേട്ടാൽ അറപ്പുളവാക്കുന്ന രീതിയിലുള്ള കമന്റുകൾ പോലും ഈ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ്
കമന്റുകളായി ചൊരിയുന്നവരുണ്ട്. അതിൽ ഒരുപക്ഷെ കേന്ദ്രമന്ത്രിയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടത് സൈബർ ഇടങ്ങളും കൂടുതലായി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ മുൻപും ഒരു രീതിയിലുള്ള BJP-യുടെയോ അല്ലെങ്കിൽ NDA-യുടെയോ ഒന്നും വേദികളിൽ ചിത്ര പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അവരവരുടെ രാഷ്ട്രീയം വ്യക്തമാക്കിയിട്ടില്ല, രാഷ്ട്രീയ ചായ്വ് അറിയിച്ചിട്ടില്ല, ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും രാഷ്ട്രീയം കലർത്തി അവർ സംസാരിച്ചിട്ടില്ല, വേദികളിൽ സംസാരിച്ചിട്ടില്ല. അവരുടെ ഭാഷ സംഗീതം മാത്രമായിരുന്നു. സംഗീതത്തിലൂടെയാണ് പ്രേക്ഷകരുമായും ജനങ്ങളുമായി അവർ സംവദിക്കുകയും ചെയ്തത്. അതേ രീതിയിൽ തന്നെയാണ് അക്ഷരം സ്വീകരിച്ചതിന് ശേഷം ഇത്തരത്തിൽ അയോധ്യയിലെ രാമജന്മഭൂമിയിൽ ക്ഷേത്രം ഉയരുന്നതുമായി ബന്ധപ്പെട്ട് ജനുവരി 22-ന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വീഡിയോ സന്ദേശം അത് പലരും പുറത്തുവിട്ടതാണ്. ഇത്തരത്തിലൊരു വീഡിയോ അതിൽ ചിത്രയോട് മാത്രം എന്തുകൊണ്ട് ഈ വെറുപ്പ്, അസഹിഷ്ണുത എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്, ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ശ്രീരാമ മന്ത്രം ജപിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോകണം, ഉച്ചയ്ക്ക് 12:30-ക്ക് 5 തിരിയിട്ട വിളക്കുകൾ കത്തിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പുറത്തു വരുമ്പോൾ അതിന് എതിരായി ഒരുപക്ഷെ ഈ ന്യൂനപക്ഷം എന്ന് നമ്മൾ പറഞ്ഞു മാറ്റി നിർത്തുന്ന ഒരു വിഭാഗം ഈ സംഗീതജ്ഞർക്കിടയിലുമുണ്ട്, ഗായകർക്കിടയിലുമുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഉദാഹരണമാണ് സൂരജ് സന്തോഷ്. അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം പങ്കുവെച്ചതുപോലെ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴുകയാണ്. ഇനിയും എത്രയോ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴാനുണ്ട് എന്നുള്ള രീതിയിൽ വളരെ മോശമായ രീതിയിൽ ഒരു ഗായികയെ ഇത്ര വർഷം അവർക്കൊക്കെ ഒരുപക്ഷെ സൂരജ് സന്തോഷിനൊക്കെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു ഗായിക അതീവ മോശമായി തന്നെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അതിൽ വന്ന കമന്റുകളും അത്തരത്തിൽ തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ചിത്രയ്ക്കെതിരായി നടക്കുമ്പോൾ മറുഭാഗത്ത് ഐക്യദാർഢ്യം ചിത്രയ്ക്ക് ഉയരുകയാണ്. നമ്മൾ കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ പറഞ്ഞതുപോലെ തന്നെ ശബരിമല വിഷയം ഉണ്ടായപ്പോൾ ഉണ്ടായ രീതിയിലുള്ള കമന്റുകളും പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ആക്രമണങ്ങളും ഒക്കെയാണ്. അന്ന് ശബരിമലയെ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടവരുടെ ഫേസ്ബുക്കിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്തവർക്ക് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ന് ചിത്രയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനും അല്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് അടിയിൽ കാണിക്കാൻ മുന്നോട്ട് നിന്ന പ്രമുഖരെ എടുത്തു പറയണമെന്ന് തോന്നുന്നു. കാരണം സൂര്യ സന്തോഷ് മാത്രമല്ല, എഴുത്തുകാരി ഇന്ദുമേനനുണ്ട്, ഒപ്പം ശ്രീചിത്രനുണ്ട്. ഇവരെല്ലാവരും ഇപ്രകാരം ചിത്രക്കെതിരായി ഈ വാർത്തയ്ക്ക് പ്രതികരണങ്ങൾ ഇട്ടവരാണ്, പോസ്റ്റുകൾ ഇട്ടവരാണ്. ഏത് രീതിയിലാണ് ഇവരുടെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇവരുടെ രാഷ്ട്രീയം അല്ല മറ്റൊരാൾക്ക് എങ്കിൽ അവരെ ഏത് രീതിയിലും തരം താഴ്ത്താമെന്നായിരിക്കുമോ വിചാരിച്ചിട്ടുണ്ടാവുക. ഇവരെല്ലാം ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ പാട്ടുകളെ പ്രശംസിച്ചിട്ടുണ്ടാവും, ചിത്ര പാടിയ പാട്ടുകളെ പ്രശംസിച്ചിട്ടുണ്ടാവും. പുരസ്കാരങ്ങൾ നേടിയപ്പോൾ അവരെ ബഹുമാനിച്ചും പൊതു ഇടങ്ങളിൽ, പൊതുവേദികളിൽ അവർ കാണിക്കുന്ന നല്ല പെരുമാറ്റത്തിന് ഒരുപക്ഷെ നല്ല രീതിയിൽ പോസ്റ്റ് ഇട്ടവരുമായിരിക്കാം. ഈ രാഷ്ട്രീയം പോലും പറയാത്ത ഒരു വീഡിയോ സന്ദേശത്തിൽ ഇവർക്ക് എപ്രകാരമാണ് ഇത്രയ്ക്ക് അസഹിഷ്ണുത വരുന്നത് എന്ന് കൂടിയാണ് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും സൂരജ് സന്തോഷ് എന്ന ഗായകന്റെ പോസ്റ്റിലാണ് ഈ സൈബർ ആക്രമണങ്ങൾ ഒരുപക്ഷെ ആളിൽ കത്തിയത്. അതിനെ തുടർന്ന് പല പ്രമുഖരും ഈ സമാനമായി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ന്യൂനപക്ഷമായി നമ്മൾ എഴുതി തള്ളിയാൽ കൂടിയും ഇവരുടെ അസഹിഷ്ണുത ഒരുപക്ഷെ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, പുച്ഛിച്ച് തള്ളിക്കൊണ്ടേയിരിക്കുന്നു. സൂര്യ സന്തോഷിൻ്റെ പോസ്റ്റ് ഒരിക്കൽ കൂടി വായിക്കുകയാണെങ്കിൽ ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ സൗകര്യപൂർവ്വം ചരിത്രം മറന്നുകൊണ്ട് പള്ളി പൊളിച്ചാണ് അമ്പലം പണിതതെന്ന വസ്തുത സൈറ്റിലൊക്കെ മാറ്റിവെച്ചിട്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്നത് നിഷ്കളങ്കതയാണ്. വിഗ്രഹങ്ങൾ ഇനി എത്ര ഉടയാൻ കിടക്കുന്നു ഓരോന്നായി. എത്ര KS ചിത്രമാർ തനി സ്വരൂപം കാട്ടാനിരിക്കുന്നു. കഷ്ടം, പരമകഷ്ടം എന്നാണ് ഗായകൻ എഴുതിയിരിക്കുന്നത്. യുവ ഗായകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ശാലിനി, ഇത്രത്തോളം അസഹിഷ്ണുത ഈ ഗായകൻ പ്രകടമാക്കുന്നത് മനസ്സിലാവുന്നില്ല എന്തെന്ന്. കാരണം കലാകേരളത്തെക്കുറിച്ച് ഒരുപക്ഷെ നമ്മൾ ഈ സാംസ്കാരിക കേരളം എന്ന വലിയ വായിൽ പറയുന്നതെല്ലാം വളരെ പക്വതയോടെ കാര്യങ്ങളെ സമീപിക്കുകയും അപഗ്രഥിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളായിട്ട് സ്വയം വിചാരിച്ച് ഊറ്റക്കൊള്ളുന്ന ഒരു സമൂഹം കൂടിയാണ്. അനു, അത് തന്നെയാണ്. നമുക്കറിയാം ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അതിന്റെ കമന്റുകളും അതിനുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും ഒക്കെയായി ചർച്ചയായി ഏകദേശം മണിക്കൂറുകൾ പിന്നിട്ടു. പക്ഷേ ഇതുവരെയും ഇത്തരത്തിലൊരു സാംസ്കാരിക നായകന്മാർ ചിത്രചേച്ചിയെ അനുകൂലിച്ച് അല്ലെങ്കിൽ ചിത്രയെ അനുകൂലിച്ച് ഗായികയെ അനുകൂലിച്ച് അവരുടെ പാട്ടുകളെ അനുമോദിച്ചവരൊന്നും തന്നെ രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കേരളത്തിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ മാത്രം മിണ്ടാതിരിക്കുന്ന ചില സാംസ്കാരിക നായകന്മാരുണ്ട്. നോർത്തിലേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായി അപ്പോൾ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക, വിമർശനങ്ങൾ ഉന്നയിക്കുക. പക്ഷെ അത്തരത്തിലുള്ള ആളുകളെ
ഒന്നും തന്നെ ചിത്രയുടെ വിഷയത്തിൽ കണ്ടില്ല, ശോഭനയുടെ വിഷയത്തിൽ കണ്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ന്യൂനപക്ഷത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഈ അതിക്രമം നടത്തിയ സോഷ്യൽ മീഡിയയിലൂടെ ചിത്രയെ വധിക്കാൻ ശ്രമിച്ച ആ കൂട്ടത്തിൽ ഈ സാംസ്കാരിക നായകന്മാർ കൂടി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഴുവൻ സാംസ്കാരിക നായകന്മാരെയും അല്ല, ഇത്തരത്തിൽ പ്രതികരണം ഉള്ള അല്ലെങ്കിൽ പല വിഷയങ്ങളിലും അറിഞ്ഞുകൊണ്ട് പ്രതികരിക്കാതിരിക്കുന്ന സാംസ്കാരിക നായകന്മാർക്ക് മാത്രമാണ് ആ വിമർശനം ഇപ്പോൾ പല കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരു ഭാഗത്ത് ചിത്രയ്ക്കെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ മറുഭാഗത്ത് ചിത്രയുടെ ത്രാസിന് തൂക്കം കൂടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെ പിന്തുണച്ചുകൊണ്ട്, അവരെ അനുകൂലിച്ചുകൊണ്ട്, അവരെ അനുമോദിച്ചുകൊണ്ട് ഈ ഘട്ടത്തിലും ഒരു കൂട്ടം ആളുകൾ രംഗത്തെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു യുവ ഗായകന്റെ ഭാഗത്ത് നിന്നാണ് ഇത്രയും സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും മുതിർന്ന ഒരു ഗായികയെ പറ്റി ഇത്തരത്തിലുള്ള വാക്കുകൾ പുറത്തു വന്നത് എന്നുള്ളതാണ്. ഇവർ ഒരുമിച്ച് വേദി പങ്കിട്ടുള്ളവരായിരിക്കാം, ചിത്രയെ അടുത്തറിയാവുന്നവരായിരിക്കാം. പക്ഷേ എന്തുകൊണ്ട് ഇതിലൊരു രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അസഹിഷ്ണുത കലർത്തിക്കൊണ്ട് ചിത്രയ്ക്കെതിരെ സൈബർ ഇടങ്ങളിൽ ചിത്രയെ വേട്ടയാടാൻ അല്ലെങ്കിൽ ആ ഒരു വലിയ ഗായികയെ വേട്ടയാടാനായി ഇട്ടുകൊടുത്തു എന്നുള്ളൊരു ചോദ്യമാണ് നമുക്കിപ്പോൾ അറിയേണ്ടത്. കാരണം ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മാത്രമാണ് ഈ സൈബർ അതിക്രമം തുടക്കമിട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരും ദിവസങ്ങളിൽ അതിനെതിരെ തിരിച്ചു മറുപടി പോസ്റ്റിനും ഒപ്പം തന്നെ അത്രക്കാർക്കും ലഭിക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ശശികല ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഇനിയും പല വ്യക്തിത്വങ്ങളും, പല പ്രമുഖ വ്യക്തിത്വങ്ങളും അക്ഷതം സ്വീകരിച്ച് രാമരാജ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, അയോധ്യയെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്തെത്തും എന്നുള്ളതിൽ ഒരു സംശയമില്ല. എന്തായാലും അതിന്റെ ഒരു തുടക്കമായി ചിത്രയുടെയൊക്കെ തന്നെ ഈ ഒരു പ്രതികരണം നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ചിത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അനു, തീർച്ചയായും ശാലിനി, എന്തായാലും ഈ കേസ് ചിത്രയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ ചിത്രയെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രാജ്യത്തെ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയാണ് ഗായികയ്ക്കുള്ളത്. പ്രിയ ഗായിക ഒരുപക്ഷെ മലയാളത്തിൻ്റെ അതിർവരമ്പുകൾ മാത്രം നിൽക്കുന്ന ഗായികയല്ല. രാജ്യമെമ്പാടും ഓരോ സംസ്ഥാനവും അവകാശപ്പെടുന്നത് അവരുടെ സ്വന്തം ഗായികയായിട്ടാണ്. അവർ രാഷ്ട്രീയം പോലും പറയാത്തൊരിടത്താണ് ഇത്രത്തോളം അസഹിഷ്ണുതയോടെ എല്ലാവരും പെരുമാറുന്നത് എന്നതും ദുഃഖകരമായ സത്യം.